Hello guys, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അബൌട്ട് ഇൻസ്റ്റാഗ്രാം ടാഗ്സ്. ഇൻസ്റ്റാഗ്രാം ടാഗ്സ് ഇമ്പോർട്ടൻ്റ് ആണോ? ഇൻസ്റ്റാഗ്രാം ടാഗ്സ് നൽകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ടാഗ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഒക്കെ പെട്ടെന്ന് വൈറൽ ആവോ എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഇൻസ്റ്റാഗ്രാം ടാഗ്സ് നൽകേണ്ടത്, എങ്ങനെയാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നമുക്ക് വീഡിയോ ഇട്ടു. അപ്പോൾ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം ടാഗ്സ് ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നിങ്ങൾ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ലാതാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ്സ്, ഒരു പോസ്റ്റിനകത്ത് ടാഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോസ്റ്റ് പെട്ടെന്ന് വൈറലാവുമോ? അതെ, വൈറലാവും. ബട്ട് ഇവിടെയും ചില മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മണ്ടത്തരങ്ങളിൽ നിങ്ങളുടെ പോസ്റ്റ് വൈറൽ അല്ലാതാവും. സോ ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് 3 ടോപ്പിക്സ് ആണ്. ഈ 3 ടോപ്പിക്സും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ 3 ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഫൈൻഡ് ദി റൈറ്റ് ലെങ്ത് എന്നതാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് നിങ്ങൾ ആ ഒരു ടാഗിന് കണ്ടുപിടിക്കുക. വെറുതെ ചറവറ ഇട്ടിട്ട് കാര്യമില്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ടാഗ്സ് ഇടാൻ മടിയാണ്. എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ഫോട്ടോ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ കറണ്ട് പോയി. എന്തായാലും നമുക്ക് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. A few moments later. കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ, ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷന് കുറച്ച് ഹാഷ്ടാഗ്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഒരു 50ഓളം ഹാഷ്ടാഗ്സ് ആണ് എനിക്ക് തോന്നുന്നത്. അതിനും കൂടുതൽ നൽകുന്ന ആപ്ലിക്കേഷൻ വരെ ഉണ്ട്. സോ ആ ഒരു ആപ്ലിക്കേഷൻ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് ഹാഷ്ടാഗ്സ് ജനറേറ്റ് ചെയ്ത് തരും. അതിന് നമ്മൾ നേരെ അവിടെ നിന്ന് കോപ്പി ചെയ്യും. കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യും. അതായത് ഒരു ഫോട്ടോൻ്റെ ആ ഒരു ഫോട്ടോൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ബട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. യാതൊരു കാരണവശാലും ആ ഒരു പോസ്റ്റ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് ഒരു കാരണവശാലും അത് വൈറൽ ആവത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു വാച്ചിൻ്റെ ഫോട്ടോ, അതായത് ഈ വാച്ചിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇടാണ്. ആ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് കുറച്ച് ഹാഷ്ടാഗ്സ് തന്നു. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ബട്ട് ആ ഒരു ഹാഷ്ടാഗ് നോക്കുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഈ വാച്ച് റിലേറ്റഡ് മാത്രമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സ്റ്റൈൽ ടാഗ് മേക്കർ ഫോർ ഇൻസ്റ്റാഗ്രാം എന്ന് വിചാരിക്കാം. സോ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു ഹാഷ്ടാഗിൻ്റെ അകത്തുണ്ടാവും. ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നുള്ളത് ഫൈൻഡ് ദി കറക്റ്റ് ലെങ്ത്, അതായത് ഫൈൻഡ് ദി റൈറ്റ് ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാഷ്ടാഗ്സ് തന്നെ കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വേറൊരു ആപ്ലിക്കേഷൻ, ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒരു കാരണം വെച്ചാലും യൂസ് ചെയ്യാണ്ടിരിക്കുക. സോ അതാണ് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് റൈറ്റ് ആയിട്ടുള്ള ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ലെങ്ത് കൊടുക്കുക. അതിനാദ്യം തന്നെ ഞാനിവിടെ IGTVയിൽ എത്ര ഹാഷ്ടാഗുകൾ മാക്സിമം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ഹാഷ്ടാഗ് മാക്സിമം കൊടുക്കുക. ആ ഒരു 30 ഹാഷ്ടാഗ്സും കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്ട് നിങ്ങളതായിട്ടുള്ള കറക്റ്റ് നിങ്ങളുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതും കറക്റ്റ് ആയിട്ടുള്ളതും ഹാഷ്ടാഗ്സ് കൊടുക്കുക. ചറവറ ഇട്ടിട്ട് യാതൊരു കാര്യം. നെക്സ്റ്റ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് സ്റ്റോറിക്ക് ഹാഷ്ടാഗ്സ് ഇടുന്നതിന് പറ്റിയിട്ടാണ്. സ്റ്റോറിയിൽ മാക്സിമം 3 ഹാഷ്ടാഗ്സ് കൊടുക്കാവുന്നതാണ്. 3 ഹാഷ്ടാഗ്സും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആ ഒരു വീഡിയോ റിലേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 3 ഹാഷ്ടാഗ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഒരു പോസ്റ്റിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാഗ് എങ്ങനെ കൊടുക്കാം, കറക്റ്റ് ലെങ്ത് എങ്ങനെയാണെന്നാണ്. കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം ഒരു 50 മുകളിൽ ഹാഷ്ടാഗ്സ് കൊടുക്കാൻ പറ്റും. ബട്ട് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം ഒരു 10, 5, 6 അങ്ങനെ കൊടുക്കുക. കാരണം ഒരുപാട് ചറവറ വലിച്ചിട്ടിട്ട് യാതൊരു കാര്യമില്ല. സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് IGTVയിൽ എത്ര നൽകണം, ഒരു സ്റ്റോറിക്കകത്ത് എത്ര നൽകണം, ഒരു പോസ്റ്റിനകത്ത് എത്ര നൽകണം എന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഒന്നാമത്തെ ടോപ്പിക്കിൻ്റെ അകത്ത് കുറച്ച് കൂടിപ്പോയെന്നൊരു ഡൗട്ട് ഉണ്ട്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക. സോ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് പോകാം. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മേക്ക് ദം വെരി ക്ലിയർ എന്നതാണ്. അതായത് ക്ലിയർ ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കച്ചറ നിറഞ്ഞ ഹാഷ്ടാഗ്സ് കൊടുക്കരുത്. ക്ലിയർ ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കുക. വലിച്ചു നീട്ടാൻ പാടില്ല. അതായത് ഒരുപാട് നിറച്ചിട്ടിട്ട് ഹാഷ്ടാഗ്സ് കൊടുക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് കാണുന്ന ആൾക്കാർക്ക് ഒരു എന്തോ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കുക, ക്ലിയർ ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കുക. സോ ഇതാണ് ഇവിടെ പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ വരുന്ന മൂന്നാമത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കീപ് ദം സിമ്പിൾ ആൻഡ് ഈസി ടു റിമെമ്പർ എന്നതാണ്. അതായത് നമ്മൾ ഒരു ഹാഷ്ടാഗ് ഇടുന്ന സമയത്ത് അതിനെ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും
ആയിട്ടും കാണാവുന്ന രീതിയിൽ വെക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു സെൽഫി എടുക്കുകയാണ്, അപ്പം നിങ്ങളൊരു സെൽഫി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ കൊടുക്കുക, #സെൽഫി ഒരു ടാഗ് അവിടെയായി. അതിൽ നിന്ന് രണ്ടാമത്തെ ടാഗ് എന്ന് പറയുന്നത് #സെൽഫി വിത്ത് ഫ്രണ്ട്സ്. നിങ്ങളിപ്പോൾ സെൽഫി എടുക്കുന്ന ഒരു ഫ്രണ്ടിനെ കൂടെ ആണെങ്കിൽ അങ്ങനെ വിചാരിക്കുക #സെൽഫി വിത്ത് ഫ്രണ്ട്സും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് മൊബൈലാണോ ഉപയോഗിച്ചെടുക്കുന്നത്, ഇപ്പോൾ iPhone 11 Pro വെച്ചാണോ എടുക്കുന്നുണ്ടെങ്കിൽ #സെൽഫി വിത്ത് iPhone 11 Pro എന്നൊക്കെ കൊടുക്കാം. സോ ഈ രീതിയിലൊക്കെ ഹാഷ്ടാഗ്സ് കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ വലിച്ചു നീട്ടിയിട്ട് യാതൊരു കാരണം വെച്ചാലും ഹാഷ്ടാഗ്സ് ഇടരുത്. അത് ക്ലിയർ ആയിട്ടും റിമെമ്പർ, അതായത് അവർക്ക് കാണുമ്പോൾ ഇത് ഹാഷ്ടാഗ് ആണ്, #സെൽഫി ഹാഷ്ടാഗ് അത് വായിക്കാൻ കിട്ടണം. അതുപോലെ തന്നെ ഈസി ആയിരിക്കും ഹാഷ്ടാഗ്സ്. അതായത് ഇപ്പോൾ ഒരു ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ എഴുതിക്കൊണ്ട് പോകാൻ പാടില്ല. ഹാഷ്ടാഗ് എന്ന് പറയുന്നുള്ള സംഭവം എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ടിരിക്കണം. സോ അത് ലെങ്ത് ആക്കാണ്ട് ഷോർട്ടായിട്ട് ഹാഷ്ടാഗ്സ് ഇടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിമെമ്പർ ആയിരിക്കുക. അതായത് ഒരാൾക്ക് കാണുന്ന സമയത്ത് ഇതൊരു ഹാഷ്ടാഗ് ആണ്, ഇതൊരു സംഭവമാണെന്നൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഹാഷ്ടാഗ്സ് ഇടാനായിട്ട് ശ്രമിക്കുക. സോ ഈ 3 ടോപ്പിക്സും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ 3 ടോപ്പിക്സ് നിങ്ങൾ മെയിൻ ആര് കേൾക്കേണ്ടത് ഫസ്റ്റത്തെ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വെറുപ്പിച്ചോ എന്ന് എനിക്കറിയത്തില്ല. സോ അടുത്ത നല്ല വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.